ഹായ് ഫ്രണ്ട്സ്, നൗറാസ് ഫുഡ് കോർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് കേക്ക് റെസിപ്പിയുമായാണ്. എൻ്റെ ബ്രദറിൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കേക്കാണിത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഫോട്ടോ കേക്കിന് മുകളിലേക്ക് ഫിക്സ് ചെയ്യാൻ. ഇതിന് പല ഷോപ്പുകളിലും പല റേറ്റിലാണ് ഇത് കിട്ടുന്നത്. ഒരു ഷോപ്പിൽ 350 പറഞ്ഞു, വേറൊരു ഷോപ്പിൽ എനിക്ക് 210-നാണ് ചെയ്ത് കിട്ടിയത്. ഇതൊരു 4.5 കിലോ വെയിറ്റുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിനി കേക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിൽ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ഇടുന്നതുകൊണ്ട് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. കേക്കിന് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം നമുക്കൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താലും മതിയാകും. ഈ കേക്കിന് വേണ്ടി ഞാൻ 9 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വൈറ്റും യോക്കും കൂടി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി കുറച്ചായി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ്ഗ് വെയിറ്റ് ഇപ്പോൾ നല്ലതുപോലെ ബീറ്റായി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഈ കേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് മഞ്ഞയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടും കൂടി ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ബലം പ്രയോഗിക്കാതെ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ വെള്ളം എല്ലാം താഴ്ന്നു പോവും, കേക്ക് ഹാർഡായി പോകാനും സാധ്യതയുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ബൗൾ അങ്ങ് നിറഞ്ഞു പോയി. ഇനി നമുക്കിതിലേക്ക് മാവും കൂടി മിക്സ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ മിക്സിനെ ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. 3-4 പ്രാവശ്യമായി ഒരേ ഡയറക്ഷനിൽ തന്നെ പതുക്കെ യോജിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഞാൻ ഏകദേശം 1 കപ്പ് പാൽ വരെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാവെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 9 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളയാം.
ഓവനിൽ വെച്ചാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഏത് എസൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്രീം ഇപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഐസിങ് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയ ഒരു സ്പോഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അതിൽ നിന്നും ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിനെ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ആദ്യം കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടി ബോർഡിൽ നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിനെ ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൻ്റെ ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലതുപോലെ നനച്ചതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലെയറിൻ്റെ ഐസിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെയറും ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഐസിങ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ്. ട്രിപ്ലെറ്റ്സ് ആണ് ഈ മിടുക്കന്മാർ. ഇവരുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത് നമുക്കൊരു 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇളക്കി കേക്കിന് മുകളിൽ ഫിക്സ് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി വെച്ചില്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് ഒരു ബോർഡർ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് സ്റ്റാർ നോസിൽ വെച്ച് ചെറിയ രീതിയിൽ ഒരു ഡിസൈൻ ചുറ്റാകെ കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ താഴ്ഭാഗത്തും ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും കലാവാസന അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചെറിയും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നമ്മളിങ്ങനെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡിസൈനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. എത്രത്തോളം ശരിയായെന്ന് എനിക്കറിയില്ല.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.